നമുക്ക് തന്ത്രിക്ക് ക്ഷേത്രകാര്യങ്ങളിലുള്ള അധികാരം സംബന്ധിച്ച് ചർച്ചകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത് ഞാൻ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നടപടികളാണ്. കേസിൽ പ്രതി ചേർക്കപ്പെട്ട തന്ത്രിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നതായിരുന്നു SITയുടെ വാദം. കേസിൽ തന്ത്രി നിലവിൽ ജാമ്യത്തിലാണ്. തന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIT കണ്ടെത്തലായി വരുന്നത് സ്വർണ്ണക്കൊള്ള നടന്നത് തന്ത്രിയുടെ അറിവോടെയാണ് എന്നതാണ് SIT പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് തന്ത്രി കണ്ഠരര് രാജീവർ അറിഞ്ഞിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള എന്നതാണ്. അതുമാത്രമല്ല, ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു. ആചാര ലംഘനമാണെന്ന് അറിഞ്ഞിട്ടും ഈ സ്വർണ്ണപ്പാളി ഇളക്കിയെടുക്കാൻ ഒത്താശ ചെയ്തു എന്നതാണ്. അതായത് ആചാരം സംരക്ഷിക്കേണ്ട ആൾ തന്നെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു എന്നതാണ് SITയുടെ വളരെ പ്രധാനമായ കണ്ടെത്തൽ. മറ്റൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന പ്രതിക്ക് ഒത്താശകൾ ചെയ്തു. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്, മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകി തന്ത്രി എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിലെ പങ്കാളിയാണ് തന്ത്രി എന്നതാണ് SIT പറയുന്നത്. 2019 മെയ് 18 ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡല പാളികളും അഴിച്ചുമാറ്റി പോറ്റിക്ക് കൈമാറിയപ്പോൾ അനുജ്ഞ നൽകിയില്ല, മറ്റ് താന്ത്രിക നടപടികൾ പാലിച്ചില്ല. അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ നേതൃത്വത്തിലാണ് കട്ടിളപ്പാളി ഇളക്കിയത്. അക്കാര്യം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. അങ്ങനെ ഗുരുതരമായ ഒരു വീഴ്ച തന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ദേവസ്വം ബോർഡിന് ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നോക്കൂ, 2019 ജൂൺ 18 പോറ്റിയും സംഘവും ഈ പാളികൾ തിരിച്ചു ഘടിപ്പിച്ചപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് തന്ത്രിയെ ഇതിന്റെ കണ്ണിയായി കൂട്ടിച്ചേർക്കുന്നതിൽ SIT കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് പോറ്റിയുമായി 20 വർഷത്തെ ബന്ധം തന്ത്രിക്കുണ്ട്. 2007 മുതൽ പോറ്റി സന്നിധാനത്ത് പൂജാ സഹായിയാണ്. കണ്ഠരര് രാജീവരെ തൊട്ടുപിന്നിൽ പ്രധാന സഹായിയായി പോറ്റി നിൽക്കുന്ന നിരവധി ചിത്രങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോറ്റിയെ ശബരിമലയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് തന്ത്രി പറഞ്ഞിരുന്നത്. അത് ഈ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് നിർണായകമാകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോറ്റി തന്ത്രിയുടെ മുറയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് ഇതിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു. 2018 തന്ത്രിയുടെ അടുത്ത ആളായി പോറ്റി മാറുകയും ചെയ്തു. തന്ത്രിയും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിർണായകമായ നിരവധി കണ്ടെത്തലുകളാണ് SIT കണ്ഠരര് രാജീവർക്കെതിരെ, തന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിയെ മാറ്റണം, ഇത്ര വലിയൊരു കൊള്ളയ്ക്ക്, ശബരിമല ക്ഷേത്രത്തിന്റെ തന്നെ പരിപാവനത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നയാളെന്ന നിലയ്ക്ക് തന്ത്രിയെ മാറ്റണം, ആചാര ലംഘനം നടത്തിയയാളെ മാറ്റണമെന്നൊരാവശ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നത്. പക്ഷേ ഈ താഴമൺ കുടുംബമാണ് കാലങ്ങളായി അവിടെ തന്ത്രിയായി വരികയും ചെയ്യുന്നത്.